നമസ്കാരം. ഇറാൻ്റെ ഒരു യുദ്ധതന്ത്രത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലും അമേരിക്കയും ഏതാണ്ട് വിറളി പിടിച്ച അവസ്ഥയിലാണ്. നിങ്ങൾക്കറിയാം, G7 മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രംപ് പെട്ടെന്ന് തന്നെ അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. പക്ഷേ എന്താണ് ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്നാൽ പിന്നീട് നമ്മൾ അറിയുന്ന ഒരു കാര്യം, അമേരിക്കയിൽ നിന്നും ഒരു യുദ്ധക്കപ്പൽ മിഡിൽ ഈസ്റ്റ് ലക്ഷ്യമാക്കി വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇസ്രായേലിൻ്റെ സഹായത്തിന്. അപ്പോൾ ട്രംപ് ഇത്ര ധൃതി പിടിച്ച് അങ്ങോട്ട് പോയത് എന്തിനാണ്? നെതന്യാഹുവും കൂട്ടാളികളും എന്തിനെയാണ് ഇപ്പോൾ പേടിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ യുദ്ധതന്ത്രം മനസ്സിലാവും. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, ഇറാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഇസ്രായേൽ മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ യുദ്ധം നിർത്താൻ തയ്യാറാണ്. ഇറാൻ ഇങ്ങോട്ട് വന്നല്ല അവരെ ആക്രമിച്ചത്, ഇസ്രായേൽ അങ്ങോട്ട് കയറിയാണ്. ഇസ്രായേലിൻ്റെ അഹങ്കാരം കൊണ്ട് ചെയ്തതാണ്. അതായത് ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ അങ്ങോട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല, അഥവാ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കതിനെ തടയാനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ പേരിൽ പോയി ചെയ്തതാണ്. ഇവർ കരുതിയത് ഇറാൻ്റെ ഉള്ളിൽ കുറേ ചാരന്മാരെ കടത്തിവിട്ട് അവരുടെ ചില പ്രധാനപ്പെട്ട ആൾക്കാരെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഇറാൻ അങ്ങ് പേടിച്ചു പോകും, ഇറാനൊന്നും ചെയ്യില്ല. പ്രത്യേകിച്ച് ഇവരുടെ കൂട്ടത്തിൽ അമേരിക്കയുണ്ട്. ട്രംപാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടെ ഇറാനെ വിരട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവരോടൊപ്പം യൂറോപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയുടെ പേരിൽ ഇവരുടെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ കയറി ചെയ്തത്. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു ഇറാൻ്റെ പ്രതികരണം. ഇറാൻ ശക്തമായിട്ട് തന്നെ തിരിച്ചടിച്ചു. എന്നാൽ ഇപ്പോൾ അവരുടെ ആ തിരിച്ചടിയുടെ രീതി മൂലം ഇസ്രായേൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇറാൻ എന്താണ് ചെയ്തത്? ഇറാൻ അവരുടെ പോർ വിമാനങ്ങൾ അയച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ പോയില്ല, മറ്റേതെങ്കിലും തരത്തിൽ അവരെ ആക്രമിക്കാൻ ശ്രമിച്ചില്ല. മിസൈലുകളും ഡ്രോണുകളും മാത്രമാണ് ഉപയോഗിച്ചത്. ആദ്യത്തെ ദിവസം ഏതാണ്ട് 200ഓളം ഡ്രോണുകളാണ് അവരങ്ങോട്ട് വിട്ടത്. എന്തിനാണ്? അവർക്കറിയാം ഈ ഡ്രോണുകൾ ഇസ്രായേൽ ഇൻ്റർസെപ്റ്റ് ചെയ്യും, അവർ വെടിവെച്ചിടും എന്നവർ അറിഞ്ഞുകൊണ്ട് തന്നെ വിട്ടതാണ്. അങ്ങനെ ഇസ്രായേൽ ആ സമയം മുതൽ, അതായത് തുടക്കത്തിലെ ദിവസം മുതൽ തന്നെ ഇറാനിൽ നിന്ന് വരുന്ന ഡ്രോണുകളും മിസൈലുകളും ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത, അമേരിക്കയിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുന്ന വാർത്ത, ഇസ്രായേലിന് ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരികയാണെന്നാണ്. ഒന്ന്, അവരുടെ അയൺ ഡോം വീക്കായി. അവരുടെ അയൺ ഡോമിനെ ഇറാൻ ഭാഗികമായിട്ട് ഹാക്ക് ചെയ്തു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അയൺ ഡോമുകൾ മാത്രമല്ല, അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റവും കൂടി ചേർന്നാണ് ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾ ഇതുവരെ തടഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചേർന്ന് പോലും ഇറാൻ്റെ മിസൈലുകളെ തടയാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ്. ഇത്രയേറെ അവർക്ക് തടയാൻ പറ്റിയിട്ടും നമ്മൾ കണ്ടതാണ്, കാര്യമായ നാശനഷ്ടങ്ങളാണ് ഇറാൻ ഇസ്രായേലിൽ ഉണ്ടാക്കിയത്. ഇവിടുത്തെ ആൾക്കാരെ മൊത്തം ഭൂമിക്കടിയിലാക്കാൻ, അഭയകേന്ദ്രങ്ങളിലാക്കാൻ ഇറാന് സാധിച്ചെങ്കിൽ അതൊരു നിസ്സാര നേട്ടമല്ല, ഒരു വലിയ നേട്ടമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ അങ്ങേയറ്റം അഹങ്കരിച്ചിരുന്നു, ഞങ്ങളുടെ രാജ്യത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അയൺ ഡോമും ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റവും അതിനെ നിസ്സാരമായിട്ട് ചെറുത്ത് നിർത്തും എന്ന്. എന്നാൽ ഗാസയിലോ ഹിസ്ബുള്ളയോടോ കളിക്കുന്ന പോലെ അല്ലായിരിക്കും ഇറാനോട് കളിച്ചാലെന്നുള്ളത് ഞാൻ പണ്ടും നിങ്ങളോട് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അതറിയാതെ നെതന്യാഹു ചെന്ന് കയറിക്കൊടുത്തു. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ആദ്യം വിട്ടിരുന്നത് ഇടത്തരം മീഡിയം മിസൈലുകളായിരുന്നെങ്കിൽ ഇനി അവർ ഉപയോഗിക്കാൻ പോകുന്നത് ഹൈപ്പർസോണിക് മിസൈലുകളായിരിക്കും. ഹൈപ്പർസോണിക് മിസൈലുകൾ വരുമ്പോൾ അയൺ ഡോം ഉണ്ടെങ്കിൽ പോലും അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണ്? ഇറാൻ കയറി മേയും. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നാമാവശേഷമാകും. അവരവിടം ഇടിച്ചു നിരത്തും, ഒരു സംശയമില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തെ എങ്ങനെ നേരിടണം എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ട്രംപ് വെച്ച് പിടിച്ചത് അമേരിക്കയ്ക്ക്. അവിടെ ചെന്ന് അവരാലോചിച്ചപ്പോൾ ഒറ്റ രക്ഷയുള്ളൂ, എങ്ങനെയെങ്കിലും ഈ യുദ്ധം നിർത്തൽ ചെയ്യണം. എന്നാൽ ഇറാനെ വളരെയധികം വിരട്ടി, നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവരെ വിരട്ടി നോക്കിയിട്ട് അതുകൊണ്ടൊന്നും യാതൊരു ഗുണവുമില്ലെന്ന് കണ്ടപ്പോൾ ഇനി എന്താകണം തന്ത്രം എന്നതാണ് അവരാലോചിക്കുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ഇറാൻ ആൾറെഡി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, അമേരിക്ക ഇതിൽ ഒരു പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ എല്ലാ താവളങ്ങളും ഞങ്ങൾ ആക്രമിക്കും. നിസ്സാരമായിട്ട് ഇറാൻ അത് സാധിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അകലെ ഇരുന്നുകൊണ്ട് അവർക്ക് ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഇവരുടെ അടുത്തുള്ള മറ്റ് രാജ്യങ്ങളെ അവർക്ക് വളരെ നിസ്സാരമായിട്ട് ആക്രമിക്കാൻ പറ്റും. ഈ രാജ്യങ്ങളെന്ന് പറയുന്നത് എല്ലാം തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. ഇതെല്ലാം തന്നെ ഗൾഫ് രാജ്യങ്ങളുമാണ്. ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ മിലിറ്ററി ബേസുകളുണ്ട്. അതുകൊണ്ട് ആ രാജ്യങ്ങൾ ഒരിക്കലും അമേരിക്കയെ ഇങ്ങനെ ഒരു യുദ്ധത്തിൽ ഇടപെടാൻ അനുവദിക്കില്ല. ഇനി അമേരിക്ക രണ്ടും കൽപ്പിച്ച് ഇടപെട്ട് കഴിഞ്ഞാൽ എന്താകെ സംഭവിക്കുക? ഇറാൻ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളെ ആക്രമിക്കും. അതോടെ മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ ഒരു യുദ്ധക്കളമാകും.
അമേരിക്ക ഇസ്രായേലിന് വേണ്ടി ഇറാനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൈനയും റഷ്യയും ഇറാൻ്റെ പിന്നിൽ അണിനിരക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ ഇതൊരു മൂന്നാം ലോകമഹായുദ്ധമായിട്ട് മാറും. ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞിരുന്നു, എൻ്റെ അജണ്ടയിൽ യുദ്ധമില്ല, ഞാൻ യുദ്ധം നിർത്തൽ ചെയ്യാൻ വന്ന ആളാണ്. എന്നാൽ ഇപ്പോൾ ട്രംപ് വന്നിട്ട് ഇസ്രായേലിൻ്റെ ഗതികെട്ട സാഹചര്യത്തിൽ അവരെ സഹായിക്കാനായിട്ട് ഇടപെട്ടാൽ സംഭവിക്കാൻ പോകുന്നത് മൂന്നാം ലോകമഹായുദ്ധം വരുത്തിവെച്ച പ്രസിഡന്റാണ് ട്രംപ് എന്ന ദുഷ്പേരായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ട്രംപിന് ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ പറ്റില്ല. ട്രംപ് വിചാരിച്ചാൽ പോലും അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം വളരെ വലിയ ശക്തമായ തിരിച്ചടിയായിട്ട് മാറും. ഇറാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അവർക്ക് നേരെ പല രാജ്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അവരുടെ മുമ്പിൽ പിന്നെ മുൻപിൽ നോക്കേണ്ട കാര്യമില്ല. അവർ കണ്ണും പൂട്ടി ചെയ്യും. ഇസ്രായേലിൻ്റെ പണി തീരും. പല ഗൾഫ് രാജ്യങ്ങളിലും വലിയ ദുരന്തമുണ്ടാകും. അതുകൊണ്ട് അത്തരത്തിൽ ആ മേഖലയെ തള്ളിവിടാൻ ട്രംപ് ആഗ്രഹിക്കില്ല, ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒന്നുകിൽ ഇസ്രായേൽ ഇറാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവരോട് മാപ്പപേക്ഷിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ അവർ യുദ്ധത്തിൽ നിന്നും സ്വമേധയാ പിന്മാറണം. ഇറാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഇസ്രായേൽ പിന്മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ യുദ്ധം നിർത്താൻ തയ്യാറാണ്. പക്ഷേ ഇങ്ങോട്ട് അടി തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനിയുള്ള യുദ്ധം എന്ന് പറയുന്നത് വളരെയധികം കടുക്കും എന്നാണ്. അത് തീർച്ചയായിട്ടും കടുക്കും. കാരണം ഇസ്രായേലിൻ്റെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ദുർബലമായി ഇതില്ലായിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും അയക്കുന്ന സാധാരണ മിസൈൽ പോലും ഇസ്രായേലിൽ വന്ന് പതിക്കും. ഹൈപ്പർസോണിക് മിസൈലുകൾ വേണ്ട, സാധാരണ മിസൈലുകളെ പോലും ഇവർക്ക് തടുക്കാൻ പറ്റാതെ അത് ഇസ്രായേൽ വന്ന് വലിയ നാശനഷ്ടമുണ്ടാക്കും. അപ്പോൾ ഈ സാഹചര്യത്തെ നെതന്യാഹുവും അമേരിക്കയും എങ്ങനെ മറികടക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.